നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോവാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. പോയേ പറ്റൂ. ഇച്ച അവനെ തള്ളി മാറ്റി അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഞാനിവിടെ തനിച്ച് ഇനി വരില്ല. എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുക. കരഞ്ഞുകൊണ്ട് വാതിൽ ഭാഗത്തേക്ക് ഓടി. ആനി നിൽക്ക്. ഡോറിന് കുറുകെ തടസ്സമായി അവൻ കയറി നിന്നു. എവിടെ പോവാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? ആനി എന്താടി? തോളിൽ കൈവച്ചതും അവളത് തട്ടി മാറ്റി. പൊയ്ക്കോ. ആര് പറഞ്ഞു പോകണ്ടാന്ന്? എന്നോട് അനുവാദം ചോദിക്കുന്നത് എന്തിന്? ഞാനാരാ? നിങ്ങൾ പോയി കഴിഞ്ഞ് ആൻറ്റിയും ചേച്ചിയും പോകും. അവൾ ശ്വാസമെടുക്കാതെ സംസാരിക്കുന്നു. ഡെന്നി ചിരിച്ചു. മാറ് ഡോക്ടറെ, എനിക്ക് പോകണം. അവൻ്റെ ചിരി പെട്ടെന്ന് മങ്ങി. ഉള്ളംകാലിൽ നിന്ന് ഒരു പെരുപ്പ്. ദേഷ്യത്തോടെ ശരീരം ഒന്നാകെ വിറച്ചു. എന്താടി നീ ഇപ്പോൾ എന്നെ വിളിച്ചേ? കവിളിൽ കുത്തിപ്പിടിച്ചതും അവൻ്റെ ആ നേരത്തെ മുഖഭാവം കണ്ട് നിഷ പേടിച്ചു. പിന്നിലേക്ക് തള്ളിയതും അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. അവൻ വാതിലടച്ച് കുറ്റിയിട്ടു. അടുത്തേക്ക് വരുന്നവനെ നോക്കി കണ്ണുകൾ മുറുകെ അടച്ചു. എഴുന്നേൽക്കടി, ഗർജിക്കും പോലെ പറഞ്ഞതും അവൾ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഹിച്ച, കരച്ചിലോടെയുള്ള വിളി. അവൻ തലമുടിയിൽ വിരൽ കടത്തി വലിച്ചു പിടിച്ചു. എനിക്ക് ഭ്രാന്ത് പിടിക്കുവാനി. സോറി, ഇനി വിളിക്കില്ല. എൻ്റെ ഇച്ചായനല്ലേ. പൊയ്ക്കോ, ഞാനൊന്നും പറയുകയുമില്ല. പേടിയിൽ അവൾ ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. എന്തിനാ പൊന്ന വേദനിപ്പിക്കുക? ടോപ്പിൻ്റെ സ്ലീറ്റിനിടയിലൂടെ കൈ നഗ്നമായ ഇടുപ്പിനെ തഴുകിയതും നിഷം മിഴിഞ്ഞ കണ്ണോടെ ഡെന്നിയെ നോക്കി. എൻ്റെ സങ്കടം എന്തേ മനസ്സിലാക്കാത്തത്? ഡെന്നി അവളെ പൊക്കിയെടുത്ത് ടേബിളിന് മേലെ ഇരുത്തി. കാലിരുവശത്തായി അകത്തി മാറ്റി അവളിലേക്ക് ചേർന്ന് നിന്നു. ഇച്ചായ, എനിക്ക് പേടിയാ. എന്തിന്? ആരെയാ പേടി? ഇവിടെ എൻ്റെ ആനിയെ ആരും ഉപദ്രവിക്കില്ല. അരുണ ചേച്ചി ഒപ്പം ഉണ്ടാകും. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കുമ്പോൾ അവൻ്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു. അന്ന് ഹരിയുടെ വീട്ടിൽ വെച്ച് ഒരു അങ്കിളിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്താ പറ്റിയേ? അദ്ദേഹം എൻ്റെ ആരുമല്ല, പക്ഷേ വേണ്ടപ്പെട്ട ആരോ ആണ്. ആള് വയലൻ്റാ. സ്വയം ശരീരത്തെ വരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥ. ആർക്കും അടുക്കാനാവില്ല. അവിടെ ഞാൻ വേണം. ഇച്ചായനെ ഉപദ്രവിക്കില്ലേ ചിലപ്പോൾ, എന്നാലും മാറി നിൽക്കാനാവില്ല. ഇത് എൻ്റെ ജോലിയാ. എൻ്റെ ആനിയെയും ആ മനുഷ്യനെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പപ്പ മരിക്കുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചതാണ് ആ അങ്കിളിനെ. വലിയപ്പച്ചൻ്റെ ജീവൻ നഷ്ടമാകുന്നതിന് മുന്നേ നിന്നെയും എൻ്റെ കയ്യിലേക്ക് മനസ്സുകൊണ്ട് തന്നു. രണ്ടുപേരെയും എനിക്ക് വേണം. അവൾ എല്ലാം കേട്ടിരിക്കുവാണ്. എന്താ കൊച്ചേ ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തേലും പറ. പോകണ്ട എന്നാണോ? എന്നാ ഞാൻ പോകില്ല. നിഷയുടെ ഇരു കൈകളും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി. അനി, അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ബലമായി അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. ആ ചുണ്ടുകളെ നുണഞ്ഞിരുന്നു അവൾ. ഡെന്നിയുടെ ശരീരം വിറച്ചു. അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചു. മേൽചുണ്ടിനെ മീശയോടുകൂടി രുചിച്ചറിയുന്നു. വേദനിപ്പിക്കാതെ ദന്തങ്ങൾ ആഴ്ന്നിറങ്ങുന്നത് അവൻ അറിഞ്ഞു. കണ്ണുകൾ കൂമ്പി അടയുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തിരികെ ചുംബിച്ചതും നിഷ കണ്ണുകൾ തുറന്നു. അവളുടെ ചുണ്ടിനെ തഴുകിക്കൊണ്ട് ദന്തവും കടന്ന് നാവിനെ സ്പർശിച്ചതും നിഷ കോരിത്തരിച്ചതുപോലെ പിന്നിലേക്ക് തല വെട്ടിച്ചു. അവൻ്റെ ഇടംകൈ പിൻകഴുത്തിൽ അമർന്നു. വന്യമായ ചുംബനം. തളർച്ചയോടെ ചുവരിൽ ചാരി ശ്വാസം ആഞ്ഞു വലിച്ചു. ഡെന്നിച്ച, ഇങ്ങനെ വിളിക്കാതടി, എനിക്ക് പേടി തോന്നുവാ. കയ്യിൽ കോരിയെടുക്കുമ്പോഴും അവൾ പുഞ്ചിരിച്ചു. കുറുമ്പി. ഈ ഭ്രാന്തൻ്റെ മാത്രം. ബെഡിൽ അവൾക്ക് മേലെ ഭാരം കൊടുക്കാതെ കിടന്നു. ആ ചുവന്ന് തുടുത്ത അതരങ്ങൾ വിറയ്ക്കുന്നുണ്ട്. ഇച്ച, തലമുടിയിൽ വിരൽ കടത്തി തഴുകുന്ന അവളിലെ ആഗ്രഹം മനസ്സിലായതുപോലെ അവൻ തല വിലങ്ങനെ ചലിപ്പിച്ചു. എന്തേ ഡെന്നീസിന് ഇഷ്ടമായില്ലേ? ചുണ്ട് കൂർപ്പിച്ചു. ഇഷ്ടായി. ഞാൻ തരും പോലെ അല്ല. ഇത് പ്രശ്നമാകുവാനി. എന്ത് പ്രശ്നം? അത് എങ്ങനെയാ പറയ പൊന്ന? എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇനി വേണ്ട. ദേ വീങ്ങി ഇപ്പം പൊട്ടും എന്ന പരുവത്തില. ചുണ്ടിലൊന്നാകെ അവൻ്റെ വിരൽ ഇഴഞ്ഞു നീങ്ങിയതും അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഡെന്നി തല താഴ്ത്തി ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. ഞാൻ സ്വന്തമാക്കട്ടെ. നിഷയുടെ കണ്ണുകൾ പുറത്തേക്ക് വീഴും എന്നായി. എൻ്റെ പൊന്നെ പേടിച്ചോ? കുസൃതി ചിരിയോടെ ചെവിയിൽ ചുംബിച്ചു. അവൾ കുറുകലോടെ തല ഒരു സൈഡിലേക്ക് ചരിച്ചു. എന്താ അനി? ഇച്ചായ, എനിക്ക് കഴുത്ത് വേദനിച്ചു.
എന്തിനാ കുത്തിപ്പിടിച്ചേ? എന്നെ തള്ളിയേ? അവളുടെ നാസികത്തുമ്പിൽ ചുംബിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തി. ദേഷ്യം പിടിപ്പിച്ച് എന്തിനാ പൊന്ന? ഡോക്ടറാണോ ഞാൻ? നിന്റെ ഇച്ചായനല്ലേ? താടിത്തുമ്പും കടന്ന് അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ഇഴഞ്ഞു നീങ്ങി. നിഷ ബെഡ്ഷീറ്റിൽ അള്ളിപ്പിടിച്ചു. കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി കിടന്നു. ഡെന്നിച്ച ആർദ്രമായി വിളിച്ചു. ഓ വേണ്ടാനി, ഞാൻ ചീത്തയായി പോകുവടി. ഇനി എന്നാ വരിക? എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഒരാഴ്ച, അതിനകം ഞാനിങ്ങെത്തും. കഴുത്തിൽ ചുണ്ടും നാവും ഇഴഞ്ഞു നീങ്ങിയതും സങ്കടത്തോടെ അവൾ പുഞ്ചിരിച്ചു. ഡെന്നി ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. കരയരുത്, ഇച്ചായന് സഹിക്കാൻ പറ്റില്ല. അവനെ കെട്ടിപ്പിടിച്ചു. വാത്സല്യത്തോടെ തലമുടിയിൽ അവൻ്റെ വിരലുകൾ ചലിക്കുമ്പോൾ നിഷയുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. നെറുകയിൽ മുത്തിയതും അവൾ കണ്ണുകൾ തുറന്നു. വരില്ലേ ഇച്ച? ഉറക്കത്തിലും അവൾ പുലമ്പുന്നു. അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ഡെന്നി ഡാ. നിഷയെ ഉണർത്താതെ എഴുന്നേറ്റ് ഡോർ തുറന്നു. അരുണ അകത്തേക്ക് കയറി നിഷാനിയെ നോക്കി. ഒരുപാട് കരഞ്ഞോടാ? അരു. ശത്രുക്കൾ ഒപ്പമുള്ളതുകൊണ്ടാ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ഒപ്പം നടന്നത്. ഇപ്പോൾ എൻ്റെ കൊച്ച്. അരുണ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ഞാൻ ഇവിടെ ഇല്ലേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അരുണ ശാന്തമായി ചരിഞ്ഞു കിടക്കുന്നവളെ നോക്കി താടിക്ക് കൈ കൊടുത്തു നിന്നു. പുള്ളിക്കാരി നല്ല ഉറക്ക. ഇനിയിപ്പോൾ എങ്ങനാ പരിപാടി? എന്ത് ചെക്ക? നിഷയെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നില്ലേന്ന്? വേണ്ട, ഇന്ന് ഇവിടെ കിടക്കട്ടെ. എന്തിന്? അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഒന്ന് പോടി. ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യാനാ? നേരം പുലരുന്നത് വരെ ഇങ്ങനെ നോക്കി കിടക്കാൻ ഒരു മോഹം. ആയിക്കോട്ടെ, പക്ഷേ ഒരു തലയിണ നടുക്ക് വെച്ചേക്ക്. ഇല്ലേൽ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കാതെ പോകാൻ നോക്ക്. അരുണ പോയതും അവൾക്ക് അടുത്ത് ചേർന്ന് കിടന്നു. എൻ്റെ ഭ്രാന്തിപ്പം നീയാ. തിരികെ വന്നാലുടൻ മിന്നുകെട്ട്. ഡെന്നീസിൻ്റെ പെണ്ണ്. പതിയെ പതിയെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. കിച്ചൺ തുടച്ച് വൃത്തിയാക്കി പാത്രവും കഴുകി വെച്ച് നീരജയും മേരിക്കുട്ടിയും പുറത്തേക്ക് വരുമ്പോൾ ത്രേസ്യാമ്മ സെറ്റിയിൽ ചാരിയിരിപ്പുണ്ട്. ഇടയ്ക്ക് സ്റ്റെയറിലേക്ക് നോക്കി പിറുപിറുക്കുന്നു. അമ്മച്ചി കിടക്കുന്നില്ലേ? ആരെ കാത്തിരിക്കുക? എത്ര നേരമായി നിഷ പോയിട്ട് ഇതേവരെ വന്നില്ല. ചെക്കൻ നാളെ പോകുവല്ലേ ഇനി? എൻ്റെ മോനെ എനിക്ക് വിശ്വാസം. അവൻ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല. അമ്മച്ചി പോയി കിടക്കാൻ നോക്ക്. എന്നാലും നീരജെ, എൻ്റെ വല്യമ്മച്ചി, അവർ രണ്ടും ഉറങ്ങി. ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ. പകുതി സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് അരുണയാണ് പറഞ്ഞത്. എന്താ ഉറക്കം വരാത്തെ? ഹരി ബെഡിൽ എഴുന്നേറ്റിരുന്നു. ജനൽപാളി കുറച്ച് തുറന്നിട്ടു. ഇനി കല്യാണത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്നമ്മ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ മനസ്സിൽ മറ്റെന്തെങ്കിലും? ഡെന്നി നല്ല പയ്യനാ. നിഷമോളെ പൊന്നുപോലെ നോക്കും. അവൾ സന്തോഷത്തോടെ ജീവിക്കണം. ഏട്ടനായി ഞാൻ അരികിലുണ്ടായിട്ടും ഒരു പരിധിയിൽ കവിഞ്ഞ് അവളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഡെന്നിയും അരുണയും എൻ്റെ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഡോക്ടർ അരുണിമ. അവൻ അവളുടെ മുഖവും സംസാരവും വീണ്ടും ഓർത്തെടുത്തു. നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മോഡേണായ മലയാളം അറിയാത്ത അഹങ്കാരി പെൺകുട്ടി. അതായിരുന്നു എൻ്റെ സങ്കല്പം. എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ സുന്ദരി. ഹരി പുഞ്ചിരിച്ചു. മുൻവാതിൽ തുറക്കുന്ന ശബ്ദം. ഇന്ന് ഉറക്കം വരില്ല. ഉള്ളിൽ അവൾ ചേക്കേറിയിട്ടുണ്ട്. പക്ഷേ പ്രേമത്തിൻ്റെ ABCD അറിയാത്ത എൻ്റെ മോന് അത് മനസ്സിലാകുന്നില്ല. ഇവൻ കോളേജിലൊക്കെ പോയി പഠിച്ചതല്ലേ. ആരോടും ഇങ്ങനെയൊന്നും തോന്നിക്കാണില്ലേ? അതെങ്ങനെ? പുസ്തകത്തിനകത്ത് കമിഴ്ന്ന് കിടന്നാൽ ചുറ്റുമുള്ളത് എങ്ങനെ കാണാനാ? അതൊക്കെ നമ്മൾ മിഷ്യൻ ചവിട്ടിയാലും കണ്ണ് കവലയിലെ ആണുങ്ങളിലാണ്. സൂചി വരെ വിരലിൽ കയറുന്ന പരുവത്തിന് വായി നോക്കിയിട്ടുണ്ട്. അമ്മയുടെ വില കളയാനായിട്ട് ഒരു മകൻ. ദേവിയമ്മ ശബ്ദമുണ്ടാക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത്രയും നാളും സുഖമായി ഉറങ്ങിയതല്ലേ, ഇനി കുറച്ച് സ്വപ്നം കാണും. അവനെ ശല്യം ചെയ്യാതെ തിരികെ നടന്നു. ഇച്ച എഴുന്നേൽക്കുന്നില്ലേ? 4 മണിയായി. അലാറം കേൾക്കുക. നെഞ്ചിൽ മുഖമിട്ട് ഉരസുന്നവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇച്ചായനെ വിളിക്കണം കേട്ടോ. നിന്റെ ശബ്ദം കേട്ട് ഉണരണം. വിളിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ. അവൻ ഒന്നും പറയാതെ അവളുടെ വിടർന്നു കിടക്കുന്ന തലമുടിയെ ഒതുക്കി വെച്ചു. ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഡെന്നി വാഷ്റൂമിലേക്ക് കയറി. ഒരു കമ്പനിക്ക് കൂടെ പോരുന്നോ? ഞാനില്ല, എനിക്കിഷ്ടമല്ല.
എൻ്റെ പൊന്ന, ഇങ്ങനെയൊക്കെയാ ഇഷ്ടം വരുന്നത്. ഈ ഇച്ചായൻ ഒന്ന് പോയേ, നാണം ഒട്ടുമില്ല. ശരിയാ, ആനിക്ക് കൂടുതലാ. എന്ത്? നിഷ അവനെ രൂക്ഷമായി നോക്കി. ഡെന്നി മീശത്തുമ്പ് പിരിച്ചു വെച്ച് കണ്ണിറുക്കി. ഇങ്ങനെയാണിൽ ഞാൻ പോകുകയിച്ചായ. ഏയ് വേണ്ട. ഡോർ അടഞ്ഞു. അവൻ കുളിക്കുന്ന ശബ്ദം. നിഷയുടെ മുഖം വേദനയോടെ താഴ്ന്നു. ഇത്രയും ദിവസം എന്ത് സന്തോഷമായിരുന്നു. എല്ലാം പോയി. ഇനി ഇച്ചായൻ വരുന്നത് വരെ. ഹോയ് കൊച്ചേ, എന്താണ്? ബ്ലൂ ജീനും ടീഷർട്ടും ഇട്ട് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് എഴുന്നേറ്റു. സങ്കടമാണോ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ പറയ്. അത് ഇന്നലെ രാത്രി എൻ്റെ ഒപ്പം കെട്ടിപ്പിടിച്ച് കിടന്നിട്ടും മോഹം തീർന്നില്ലേ പൊന്ന? ഡെന്നി ചിരിക്കുന്നുണ്ട്. എപ്പോഴും പറയില്ലേ മിന്നു കെട്ടട്ടേന്ന്. എവിടെ? അവൻ പുരികം രണ്ടും ഉയർത്തി. അവളുടെ കൈ വെള്ളയിലേക്ക് നോക്കി. മിന്ന് ഡെന്നിസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ? തൻ്റെ പാതിയാകാൻ അവൾ ആഗ്രഹിക്കുന്നു. അവനിൽ സന്തോഷമാണ്. അവളെ അകത്തി മാറ്റി. കഴുത്തിൽ കിടന്ന കുരിശോട് കൂടിയ മാല ഊരി. ഇത് ഞാനാ, എപ്പോഴും കൂടെ ഉണ്ടാവും. കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നിഷ കണ്ണുകൾ അടച്ചു. നമ്മുടെ കല്യാണത്തിന് തലേ ദിവസം എനിക്കിത് തിരികെ തന്നാൽ മതി. പക്ഷേ അതുവരെ ഊരി മാറ്റരുത്. പിന്നെ ആരും കാണാനും പാടില്ല. വല്യമ്മച്ചി പോലും മറച്ചിട്ടേക്കണം. വല്യമ്മച്ചി അറിഞ്ഞാൽ എന്താ? വഴക്കൊന്നും പറയില്ല. വേണ്ട, ഇത് നിന്റെ രക്ഷയാ. ആരേലും അറിഞ്ഞാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. ഓ അങ്ങനെ. ഇച്ചായന് അന്ധവിശ്വാസം ഉണ്ടല്ലേ? ഈശ്വര വിശ്വാസമുണ്ട്. അവൾ ചുരിദാറിനിടയിലേക്ക് മാലയെ ഒളിപ്പിച്ചു. എപ്പോഴും ഒരു ശ്രദ്ധ വേണം, ഡെന്നി ഗൗരവത്തിൽ പറഞ്ഞു. മാലയാണോ? എത്ര പവനാ? കർത്താവേ, ഇതിന് ഇത്രയ്ക്ക് അറിവേ ഉള്ളോ? മാലയല്ല പൊന്ന. എഡിൻ ഉപദ്രവിക്കാൻ വരില്ല. ബാക്കിയുള്ളവർ അവരെ സൂക്ഷിക്കണം. ഒന്ന് പോയിച്ച, മനുഷ്യനെ പേടിപ്പിക്കാതെ. സൂസൻ ആൻറ്റിയും നാൻസിയും ജാസ്മിനും വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും, അത്രയുള്ളൂ. ഞാൻ ഇതിനോട് എങ്ങനെ പറയും? ആ ഡ്രോയറിൽ ഒരു സാധനമുണ്ട്, തുറന്നു നോക്കിയേ. ഇച്ചാ ഫോൺ. അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി. വിളിക്കണം എപ്പോഴും. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. അമ്മ നീരജയെ കെട്ടിപ്പിടിച്ചു. നീ വിഷമിക്കേണ്ട മോളെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ IPS കാരിയില്ലേ, അവളെ മറികടന്ന് ആരും നിന്റെ ആനിയെ തൊടില്ല. ഡെന്നി വാടാ, 5:30 ഫ്ലൈറ്റ്. അരുണ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അവൻ വല്യമ്മച്ചിക്ക് അരികി നിൽക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കി യാത്ര പറഞ്ഞു. സൂസനും ഐസക്കും സക്രിയയും ഹോസ്പിറ്റലിലാണ്. പക്ഷേ നാൻസിയും ജാസ്മിനും ഉണ്ട്. നിഷ പതിയെ തലകുലുക്കി. ഡെന്നി കാറിലേക്ക് കയറി. എൻ്റെ ഇച്ചായൻ ഈ 3 മാസം കൊണ്ട് ആ മനുഷ്യൻ എൻ്റെ എല്ലാമായി മാറി. തലയിണയിൽ മുഖം പൂഴ്ത്തി ഉറക്കെ കരഞ്ഞു. നിഷാനി, എന്താ കൊച്ചേ ഇങ്ങനെ? ഡെന്നി പെട്ടെന്ന് വരും, കരയാതെ മോളെ. വല്യമ്മച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എയർപോർട്ടിനകത്തേക്ക് കയറി മുന്നേ അവൻ അരുണയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ ഡെന്നി, നീ സമാധാനത്തിൽ പോയിട്ട് വാ. അരുണ, നാൻസിയെ സൂക്ഷിക്കണം. അവൾക്ക് വേണ്ടി ഒരടി ഓങ്ങി വെച്ചതാ, പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. ഓ അതാണോ പ്രശ്നം? ഞാൻ കൊടുത്തോളാം. ഇപ്പോൾ സൂസൻ ആൻറ്റി ഹോസ്പിറ്റലല്ലേ? നാൻസിക്കും കൂടി എന്തേലും പറ്റിയാൽ അവളെ നോക്കേണ്ട ചുമതല മമ്മയ്ക്കും മേരി അമ്മയ്ക്കും ആയിരിക്കും. അത് വേണ്ട, അവൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നോട്ടെ. ഹരിയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അവനെ വിളിക്കണം. അരുണ കള്ളച്ചിരിയോടെ തലകുലുക്കി. ആ ചെക്കനെ പെട്ടെന്ന് നിന്റെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു തഞ്ചത്തിൽ നിൽക്കണം കേട്ടല്ലോ. അവസാനം കരഞ്ഞ് പിഴിയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഒന്ന് പോടാ. ഹരി എൻ്റെ പൂച്ചക്കുഞ്ഞാ, അവനെ ഞാൻ കൊഞ്ചിക്കും. നീ വരുമ്പോൾ ഞങ്ങൾ സെറ്റായിരിക്കും. അതിനുള്ള പാലം ഇന്ന് മുതൽ പണിയണം. ഓക്കെ, പാലം പണിയുന്നത് ഉറപ്പോടെ ആവണം. ശരി, ഫ്ലൈറ്റിന് സമയമായി. ഡെന്നി പോയതും അരുണ തിരികെ വീട്ടിലേക്ക് വന്നു.